നീ ഇതെങ്ങോട്ട് പോവാടാ? എനിക്കൊന്ന് പുറത്തു പോകണം. ആ, പുറത്തു പോകുന്നതൊക്കെ കൊള്ളാം. ഇപ്പൊ ജോലിയൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ നോക്ക്. തൊഴിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ശരി, എനിക്ക് മാസാമാസം ജീവിക്കാനുള്ള തരാന്ന് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എടാ, എന്നും അവന്റെ ചെലവിൽ കഴിയാതെ ജീവിക്കാൻ നോക്കടാ. എടാ, നീ ഒരു സിവിൽ എഞ്ചിനീയർ അല്ലേ? നിനക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വേറെ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കയറിക്കൂടായോ? അമ്മേ, നമ്മുടെ കമ്പനിയിൽ എനിക്ക് സർവ്വ സ്വാതന്ത്ര്യമായിരുന്നു. ഒന്നിനും ഒരു കുറവുമില്ലായിരുന്നു. ഒരുത്തി വന്നതിന് ശേഷം അതൊക്കെ നഷ്ടപ്പെട്ടത്. അവിടെ ചെയ്ത തെറ്റിന്റെ 4-1 അംശം പോലും ഞാൻ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇവിടെ പലരും ഇപ്പൊ തെറ്റ് ചെയ്യുന്നുണ്ടമ്മേ. എടാ, നീ ഇപ്പൊ ഓരോരോ സംശയങ്ങൾ പറയുന്നുണ്ടെന്ന് കരുണമോള് പറഞ്ഞു. വെറുതെ നിനക്കൊരു പണിയില്ലടാ. പണിയില്ലാത്തതുകൊണ്ടാ വേണ്ടാത്ത ചിന്തകളൊക്കെ തോന്നുന്നേ. അമ്മേ, ഞാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചിന്തകൾ ശരിയല്ലെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെടണം. അതുവരെ ഞാൻ എന്റെ യാത്ര തുടരും. അങ്ങനെ തുടരുന്നതുകൊണ്ടേ എന്തെങ്കിലും മെച്ചം ഉണ്ടായാ മതിയായിരുന്നു. എടാ, എന്നും ഏട്ടന്റെ തണലിൽ ജീവിക്കാൻ നോക്കിയതാ നിനക്ക് പറ്റിയ തെറ്റ്. എനിക്ക് മാത്രമല്ല അമ്മേ, മേഘട്ടനും അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒന്നും കുറ്റമല്ല. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കണ്ണേട്ടൻ ഒരു കല്യാണം കഴിക്കുന്നു. ഇനിയിപ്പോ കഴിച്ചാൽ തന്നെ മഹാലക്ഷ്മിയെ പോലൊരുത്തി കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആരും കണക്കൂട്ടിയതുമല്ല, അമ്മ പോലും. അങ്ങനെയൊന്നും കണ്ണേട്ടനൊരു ദാമ്പത്യം ഉണ്ടാവില്ലെന്ന് കരുതി തന്നെയാ കണ്ണേട്ടന്റെ നിഴലായിട്ട് ഞങ്ങൾ നടന്നത്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് പിഴച്ചുപോയി. എടാ, ഇപ്പൊ വീണ്ടും കണ്ണൻ പഴയ കണ്ണനായില്ലേ? ആ, അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇനി അതിന് മാറ്റം വരാതിരുന്നാ മതി. എങ്ങനെ മാറ്റം വരാനാടാ? അവനിപ്പം നമ്മളെയൊക്കെ പഴയതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിച്ച ആള് പെട്ടെന്നൊരുത്തി ജീവിതത്തിലേക്ക് വന്നപ്പോ മാറിയില്ലേ? അതുപോലെയുള്ള മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവാം. അതുകൊണ്ട് പഴയ പോലെ കണ്ണേട്ടനെ ഇനി ആരും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണ്ട. ആ, കണ്ണൻ വരുന്നുണ്ടോ തോമസ് സാറിന്റെ വീട്ടില്? വരണ്ടാന്ന് ഞാൻ പറഞ്ഞു അനന്തുവേട്ടാ. വിഷുവായിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ലേറ്റ് ആയിട്ടേ വരൂ. ലേറ്റ് എന്ന് പറഞ്ഞാ എത്ര ലേറ്റ് ആവും? അതൊന്നും പറയാൻ പറ്റില്ല. ഇയാളെ കൂടുതൽ യാത്ര ചെയ്യരുതെന്നാണ് കണ്ണൻ പറഞ്ഞിരിക്കുന്നത്. യാത്ര ചെയ്യണോ വേണ്ടെന്നൊക്കെ തോമസ് സാറ് പറയും. നിങ്ങൾ പോയിട്ട് വരാം അനന്തുവേട്ടാ. പോയിട്ട് വരാം. ആ കാറ് തോമസ് വൈദ്യന്റെ വീട്ടിലേക്കാണോ പോകുന്നതെന്ന് അറിയണം. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടും.
കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിഞ്ഞെന്ന് കരുതി ഞാൻ ഉൾപ്പെടെയുള്ളവർ സന്തോഷിക്കുമ്പോൾ അവർ രണ്ടാളും മാറിയിരുന്ന് ചിരിക്കുവാണ്. ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ മാഡം? ഒരു കുഴപ്പമില്ല. പിന്നെ സാർ ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വിഷുവിന്റെ അന്ന് സദ്യയൊക്കെ സ്വന്തം വീട്ടിൽ വേണ്ട കേട്ടോ. രാവിലെ അങ്ങോട്ടേക്ക് വന്നേക്കണം രണ്ടുപേരും. അതുകൂടി പറയാനാ വന്നത്. ഞാൻ മഞ്ജുവിനെ ഇടയ്ക്ക് വിളിച്ചിരുന്നു. ആ, മഞ്ജു പറഞ്ഞായിരുന്നു. കണ്ണൻ സാറൊന്നും വരത്തില്ലേ? വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണേട്ടന്റെ വീട്ടിലും വിഷുവിന്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ അവരെയൊക്കെ എന്തേലും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വേണ്ടേ കണ്ണേട്ടന് വരാൻ? എന്തായാലും വിഷുവായിട്ട് മാഡത്തിന്റെ അടുത്തുനിന്ന് വിട്ടു നിൽക്കാൻ സാറിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴാണെങ്കിൽ അവന് ചെറിയ സംശയമൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ ആ ഉണ്ണിക്ക്. ഇപ്പോ കർണയുടെ അച്ഛനും മേഘനും അതുപോലെ തന്നെ മേഘന്റെ അച്ഛൻ്റെ ഒക്കെ ആരോഗ്യസ്ഥിതി മോശമാണല്ലോ. പൂർണ്ണ ആരോഗ്യത്തോടുള്ളത് ആ ഉണ്ണിയാണ്. അതുകൊണ്ടിനി മാർക്കോയുടെ കയ്യിൽ നിന്ന് അടുത്തതായിട്ട് തല്ലുകൊള്ളാൻ പോകുന്നത് അവനായിരിക്കും. കമ്പനിയിൽ നിന്ന് അവനെ പറഞ്ഞു വിടുകയും ചെയ്തല്ലോ. അതിൻ്റെയൊക്കെ ദേഷ്യം എന്തായാലും അവന് കാണും. ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ അവിടെ ഇരിക്കട്ടെ. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അഴിമതി നടത്തി ഉണ്ണിയും അവന്റെ അമ്മാവനും കൂടി വെലസ് നടക്കുമായിരുന്നു. അതുപോലെ തന്നെ ജ്വല്ലറിയില് മേഘന്റെ ഭരണമായിരുന്നു. അതെല്ലാം അവസാനിച്ചതോടെ കമ്പനിയിൽ വൻ നേട്ടം ഉണ്ടായെന്നാ കണ്ണേട്ടൻ പറയുന്നത്. അത് ശരിയാ സാഗറെ. മാസവരുമാനത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ലക്ഷങ്ങളുടെ വ്യത്യാസം. കണ്ണേട്ടനിത് നേരത്തെ അറിയായിരുന്നു. ഇവരൊക്കെ ഇഷ്ടം പോലെ പൈസ എടുത്ത് മാറ്റുന്നുണ്ടെന്ന്. പിന്നെ അതൊക്കെ അങ്ങ് കണ്ണടച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പൊ മേഘനും അവന്റെ അച്ഛനും ജോലിയൊന്നും ചെയ്യാൻ വയ്യ. എങ്കിലും മാസാമാസം അവർക്ക് കൊടുക്കേണ്ടത് കണ്ണേട്ടൻ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിക്കും അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ കൊടുക്കുന്നുമുണ്ട്. ആര് ചെയ്യും ഇങ്ങനെയൊക്കെ? എന്നിട്ട് മനസാക്ഷിയില്ലാതെ നടക്കുക. ഇനിയിപ്പോ അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലേഖേ. അവരുടെ സ്വഭാവം മാറ്റാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. ആ, അപ്പോഴേ സാഗറെ, വിഷുവിന്റെ കാര്യം മറക്കണ്ട. ഞാൻ സാറിനെ കണ്ടിട്ട് വരാം. ശരി. ചേട്ടാ, ആ ഡ്രസ്സിങ് എടുക്ക്. ആ ശരി. എന്തിനാ കണ്ണേട്ട കാണണമെന്ന് പറഞ്ഞേ? കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ. ഇങ്ങനെ പുറത്തിറങ്ങി നടക്കില്ലേ കണ്ണേട്ടാ? ആ, ഇവിടെ ആരും എന്നെ അന്വേഷിച്ച് വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ. ഇത്തവണയും ഒന്നിനും ഒരു മാറ്റവും ഇല്ല. ഇത് എന്റെ വക നിനക്കുള്ള വിഷുക്കോടി. ഇത്തവണ ഞാൻ അങ്ങോട്ടല്ലേ കണ്ണേട്ട വാങ്ങി തരേണ്ടേ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. കിട്ടുന്ന പൈസയൊക്കെ നീ സൂക്ഷിച്ചു വെച്ചാ മതി. ആ, പിന്നെ ഇതിനകത്ത് സാറിനുള്ളതുകൊണ്ട് ഇത്തവണ നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല കരുണയ്ക്കും ഉണ്ണിക്കും ഒക്കെ വിഷുക്കോടി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും. അതൊക്കെ അവരെന്തായാലും വലിച്ചെറിയില്ല. മഹിയും ഞാനും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവര് രണ്ട് കൈനീട്ടി അതൊക്കെ സ്വീകരിക്കും. എന്ന് മാത്രമല്ല, കരുണയ്ക്ക് ഞാൻ നല്ലൊരു നെക്ലേസും വാങ്ങിയിട്ടുണ്ട്.
പതിവ് പോലെ അവൾ അതെന്റെ മുഖത്തേക്ക് വലിച്ചെറിയില്ലാന്ന് പ്രതീക്ഷിക്കാം. എന്തിനാ കണ്ണേട്ടാ അവൾക്ക് വേണ്ടി വെറുതെ പൈസ കളയുന്നേ? ഏട്ടത്തിയെ വെറുക്കുന്നവരെ ആരെയും സന്തോഷിപ്പിക്കാൻ പാടില്ല. തൽക്കാലം അവരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ ഇത് ആവശ്യം മോളെ. ഇപ്പൊ തന്നെ ഉണ്ണിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് അനന്തു ലേഖയൊക്കെ പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല. അതിന് ഒരു പരിധിവരെ തടയിടാൻ ഇതൊക്കെ ആവശ്യമാണ്. അവരെല്ലാം ഭയങ്കരമായിട്ട് അഭിനയിക്കല്ലേ, അപ്പൊ പിന്നെ നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? കണ്ണേട്ടൻ അവരെയൊക്കെ സ്നേഹിക്കുവാണല്ലോ കണ്ണേട്ടാ. എന്നിട്ടും അതിന്റെ 1% ആത്മാർത്ഥത ആരും തിരിച്ചു കാണിക്കുന്നില്ലല്ലോ. മനുഷ്യന്റെ ഉള്ളിൽ വിഷം കയറിക്കഴിഞ്ഞാ അങ്ങനെയാ മോളെ. ഞാൻ മഹിയെ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ നിന്റെ അവസ്ഥ എന്തായിരുന്നു? നീയോ അവർക്കൊപ്പം നിന്ന് മഹിയെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ? എന്നെ കുറ്റം പറഞ്ഞിട്ടില്ലേ? കണ്ണേട്ടൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കണ്ണേട്ടനെയാ കാരണമില്ലാതെ എല്ലാരും വെറുക്കുന്ന. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഇത്രയും നാള് ജീവിതം എനിക്ക് വലിയൊരു ചോദ്യമായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാരെയും പോലെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള മനുഷ്യൻ തന്നെ ഞാനും. നമ്മളിങ്ങനെയുള്ള ഡ്രാമയൊക്കെ കളിക്കുമ്പോഴും ഉള്ളു നീറുക മോളെ. നമ്മള് രണ്ടമ്മമാരുടെ മക്കളാ, എങ്കിലും അച്ഛനൊന്നല്ലേ. എന്നിട്ടും കേവലം 10 കാശിന് വേണ്ടി, ഇത്തിരി സ്വത്തിനു വേണ്ടി കൊല്ലാനാ നിന്റെ അമ്മയും ഉണ്ണിയും കരുണയൊക്കെ ശ്രമിക്കുന്നത്. മഹിയുടെ കാര്യം വ്യത്യസ്തമല്ല. സ്വന്തം അനിയത്തി തന്നെയാ ചേച്ചിയെ നശിപ്പിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും ആരും തിരുത്താനൊന്നും പറ്റില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചേ പറ്റൂ. അതിനിടയിൽ എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി. ഇപ്പോ കാലിന് ചലനശേഷിയും. നാളെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന് തടസ്സങ്ങളൊന്നുമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. എനിക്കത്രേ ഉള്ളൂ. ആ അല്ല, വിഷുവായിട്ട് ലേഖിച്ചയുടെ വീട്ടിലേക്ക് കണ്ണേട്ടൻ വരില്ലേ? ബുദ്ധിമുട്ടാണ്, എങ്കിലും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ, നീ സാഗരനെ കൂട്ടി എത്തില്ലേ? ആ, അപ്പോ ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. ഹാപ്പി വിഷു. ആ, ഞാൻ മോളെ ഡ്രോപ്പ് ചെയ്യാം. ആ വേണ്ട കണ്ണേട്ടാ, കണ്ണേട്ടൻ പൊക്കോ, ഞാനൊരു ഓട്ടോ പിടിച്ചു പൊക്കോളാം. ശരി മോളെ. നീയായിരുന്നോ? ഇതെന്താടാ കയ്യിൽ കവറായിട്ടൊക്കെ? വാ. എല്ലാ വിഷുവിനും നീയാണല്ലോ ജർമ്മനിയിൽ ഇരുന്നോണ്ട് എനിക്ക് വിഷുക്കോടിയൊക്കെ അയച്ചു തരുന്നത്. ഇത്തവണ എന്റെ ഭാര്യയ്ക്കൊപ്പം ദാ നിനക്കും ലേഖയ്ക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത്തവണ അത് തിരിച്ചാകാന്ന് കരുതി. ദേ, നിനക്കുള്ള ഡ്രസ്സും ലേഖയ്ക്കുള്ള ഡ്രസ്സും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കവറിനകത്ത് ലേഖയ്ക്കും മഹിക്കുമുള്ള ഓരോ നെക്ലേസും ഉണ്ട്. രണ്ടും തമ്മിൽ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടെങ്കിലും തൂക്കമൊക്കെ ഒരുപോലെ തന്നെയാ. എന്താടാ കടം വീട്ടാണോ? കടോ? നീ ഇതൊക്കെ കൊണ്ടു തന്നപ്പോ ഒരു സംശയം. നിന്റെ ഭാര്യയെ ഞങ്ങൾ നോക്കുന്നതിന് നീ പകരം ചെയ്യുവാണോന്ന്. ദേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത് കേട്ടോ. ആ പിന്നെ മഹിക്കുള്ള കവറിനകത്ത് ഒരു കവറോടെ വെച്ചിട്ടുണ്ട്. അത് അയാളുടെ അമ്മയ്ക്കുള്ളതാ. പിന്നെ മഞ്ജുവിന് സാറിനുള്ളത് ഞാൻ മഞ്ജുവിനെ കൊടുത്തിട്ടുണ്ട്. ആ അല്ല, നേരിക്കടാ, അവര് പോരും. വേണ്ടടാ, ഇനിയിപ്പോ വീട്ടിൽ എത്തിയിട്ട്
അവിടെയുള്ളവരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണം. എടാ, നാളെ വിഷുവായിട്ടേ സാഗറും മഞ്ജുവും ഒക്കെ മിക്കവാറും വരും. ആ സമയത്ത് നീയും കൂടി ഇവിടെ വേണം. എന്റെ സാഹചര്യം നിനക്കറിയാലോ. ഉണ്ണിക്കാണെങ്കിൽ നേരിയ തോതിൽ സംശയമുണ്ടെന്ന് നിങ്ങളെല്ലാരും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനൊരു ഡൗട്ട് എനിക്കും ഇല്ലാതില്ല. അതുകൊണ്ട് അവസരം ഒത്തു വന്നാലേ വരാൻ പറ്റൂ. അപ്പോൾ വിഷുസദ്യ കഴിക്കുന്ന സമയത്ത് കാണില്ലല്ലേ? പരമാവധി നോക്കാടാ. അവിടെ ഒന്ന് കൈ നനച്ചിട്ട് ഞാൻ ഇവിടേക്ക് ഓടിയെത്താൻ ശ്രമിക്കാം. പക്ഷേ ആർക്കും സംശയത്തിന് ഇടം കൊടുക്കാതെ വേണം വരാൻ. ഇന്ന് രാത്രി എന്തായാലും കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിക്കുന്നുണ്ട്. മഹിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പടക്കം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നീ രാത്രി ഒരു 12 മണിക്ക് മുങ്ങുവാണെങ്കിലേ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാടാ. വിഷുവായിട്ട് അവിടെ അർദ്ധരാത്രി കഴിയുന്നവരെ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് മുങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. ഒരുത്തനും പിന്നെ ജോലിയും കോലിയും ഇല്ലാത്തതുകൊണ്ട് അവൻ എപ്പോൾ വേണമെങ്കിലും എന്റെ പിന്നാലെ വരാം. അവന്റെ ജോലി കളഞ്ഞത് പാരയായല്ലേ? ഇപ്പോഴതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാണണം തോന്നുന്ന സമയത്തൊക്കെ എന്റെ ഭാര്യയെ കാണാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ഡ്രസ്സൊക്കെ എല്ലാവരും ഇട്ടു നോക്ക്. ചേരുന്നില്ലെങ്കിൽ മാറ്റി വാങ്ങാൻ വരുമെന്ന് ടെക്സ്റ്റൈൽസുകാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിടാ അപ്പോ. ശരി. ഇതൊരു വല്ലാത്ത ടെൻഷനായല്ലോ മോനെ. അതെ, എന്റെ ഉള്ളിലെ സംശയം ഞാൻ കരുണയെ അറിയിച്ചപ്പോ അവളെന്നെ കളിയാക്കുക. ഇത് ചതിയാ. കാര്യങ്ങൾ കയ്യോടെ പിടിക്കാതെ ആരോടും ഒന്നും പറയണ്ട. ഒരു കാര്യം അമ്മാവൻ ഉറപ്പിച്ചോ, മേക്കേട്ടന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം കണ്ണേട്ടൻ തന്നെയാ. അതെ അമ്മാവ, അന്ന് അവരൊന്നിച്ച് യാത്ര ചെയ്തപ്പോ മാർക്കോടെ വരാൻ കാരണക്കാരൻ കണ്ണേട്ടനാ. കണ്ണേട്ടൻ അവനവിടെ വിളിച്ചു വരുത്തിയതാ. അങ്ങനെയെങ്കിൽ അവനൊരു ഭയങ്കര സാധനമാണല്ലോ മോനെ. ആണല്ലോ. വീൽ ചെയറിലാണ് സഞ്ചാരെങ്കിലും അയാൾക്ക് നല്ല തലച്ചോറാ. അത് പഠിക്കുന്ന കാലം മുതലേ അങ്ങനെയാ. അയാൾക്ക് ബുദ്ധി ഒരുപാട് കൂടുതലാ. എല്ലാം നിന്റെ തെറ്റിദ്ധാരണയായിരിക്കണം എന്നാ നീ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത കുറവാ. ഞാൻ അയാളുടെ ക്യാബിനിലേക്ക് ചെന്നപ്പോ അവളവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ഓഫീസിലുള്ളവർ മുഴുവൻ കണ്ണേട്ടനെ അനുകൂലിക്കുന്നവരാ. അതുകൊണ്ട് സത്യങ്ങളൊന്നും പുറത്തു വരില്ല. എന്ന് മാത്രമല്ല, സംശയമുള്ള ആൾക്കാരെ അങ്ങേരെ അവിടുന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ കണ്ണനും ലക്ഷ്മിക്ക് അവകാശപ്പെട്ട കമ്പനിയിൽ നിന്ന് നിന്നെ ഒരു കാരണവശാലും ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെനിക്കും അറിയാം. എന്നിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അംഗീകാരം കൂടുതൽ അവൾക്കാണ് ഉള്ളതെന്ന്. സൈനിങ് അതോറിറ്റി എല്ലാം അവൾക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന്. നമ്മളെ മണ്ടന്മാരാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല അമ്മാവാ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ഇനി അവരുടെ പിന്നാലെ നീ പോകണമെന്ന്. ഇപ്പൊ പോയതുകൊണ്ടല്ലേ ഇത്ര അറിയാൻ കഴിഞ്ഞത്. ഓരോന്നറിയും തോറും എന്റെ നെഞ്ചിടിപ്പ് കൂടുക. ഇനി ആ കുഞ്ഞ് ആരുടേതാണെന്ന് അറിയേണ്ടത്. കുഞ്ഞാരുടേതായാലും ആ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നത് കണ്ണന്റെ അറിവോടുകൂടിയായിരിക്കും. കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് അതിനായിരിക്കും സാധ്യത കൂടുതൽ. ഒരു തീരുമാനം ഞാൻ എടുത്തിരിക്കാം. ഈ നാടകം വിഷുവിനപ്പുറം പോവാൻ ഞാൻ സമ്മതിക്കില്ല അമ്മാവാ. മേഘേട്ടം വീണു. കരുണയുടെ അച്ഛനും ഏതാണ്ട് എല്ലാം അടുത്തിരിക്കുന്ന അവസ്ഥയിലാ. അങ്ങനൊരു സിറ്റുവേഷനില് ഞാൻ തന്നെ വേണം ഇനി മുന്നിട്ടിറങ്ങി എല്ലാം ചെയ്യാൻ. നീ അറിയുന്ന കാര്യങ്ങൾ അപ്പപ്പോ എന്നെ അറിയിക്കണം. പെണ്ണുങ്ങളോടൊന്നും പറയണ്ട. എല്ലാ തെളിവുകളും കിട്ടിയ ശേഷം അവരൊക്കെ എല്ലാം അറിഞ്ഞാൽ മതി. എന്റെ അച്ഛൻ മരിച്ചതാ എല്ലാത്തിനും കാരണം.
അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും സ്വത്തുക്കൾ ഈ രീതിയിൽ കൈവിട്ട് പോയില്ലായിരുന്നു. എത്ര നന്നായിട്ടാ എല്ലാവരും അഭിനയിച്ചെന്നറിയോ? സംസാരത്തിലും നോട്ടത്തിലും ചലനത്തിലും പോലും നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലല്ല അയാളും അവരും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നത്.